എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ സ്വച്ഛതാ പക്കോട ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് നാളിതുവരെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിലും വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ അങ്കണവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സജീവമാക്കേണ്ടത്. അതിനകത്ത് പ്രീ സ്കൂൾ കുട്ടികൾ മുതൽ പരിധിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും പങ്കാളികളാക്കേണ്ടതുണ്ട്. കാരണം സ്വച്ഛതാ പക്കോട എന്ന് പറയുന്നത് ഒരു ശുചിത്വമാണ് മെയിൻ, അല്ലെങ്കിൽ ശുചിത്വമാണ് എല്ലാം എന്നുള്ള ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ രണ്ടാഴ്ചക്കാലം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് ഈ ബോധവൽക്കരണം എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള തീമുകളും ആക്ടിവിറ്റികളും കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃത്യമായി എല്ലാ അങ്കണവാടികളിലും അതേ ആക്ടിവിറ്റിയും തീമും ചെയ്ത് ആ സ്വച്ഛതാ ക്യാമ്പയിനെ നമ്മൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ മാർച്ച് 7-ാം തീയതി നമ്മൾ അങ്കണവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കൃത്യമായി ഈ സെഷൻ അവസാനം വരെ കാണുക. നിങ്ങൾ നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വിശദമായി തന്നെ നമ്മൾ എല്ലാ സെഷനിലും വിവരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്നതാണ്, പുതുമയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ ഓരോ അതേപോലെ തന്നെ പോഷന്മായും മറ്റ് പ്രവർത്തനങ്ങളും വരുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തുന്നതിനും, നേരത്തെ പറഞ്ഞ സ്വച്ഛതാ പക്കോടയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ബിഹേവിയറൽ ചേഞ്ച്. അതായത് ജനങ്ങളിലേക്ക്, ഗുണഭോക്താക്കളിലേക്ക് നമ്മൾ ആവർത്തിച്ചു കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഏറ്റെടുക്കാൻ പറ്റുന്ന സാഹചര്യം കൂടെയാണ് ഈ രണ്ടാഴ്ചക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടാഴ്ചക്കാലം നമ്മൾ ശുചിത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് കൈ കഴുകുന്നതായിക്കോട്ടെ, ആർക്കാണ് കൈ കഴുകാൻ അറിയാത്തത്? കൊറോണ മുതൽ നമ്മൾ കൈ കഴുകി തുടങ്ങിയതാണ്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന സമയം, പ്രീ സ്കൂൾ കുട്ടികളിലേക്ക് ഇതെല്ലാം എത്തിക്കുന്ന സമയം അവരതൊരു നല്ല ശീലത്തിന് അടിമയായി മാറും. അപ്പോൾ ആ നല്ല ശീലങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് കൂടുതൽ ഊന്നൽ നൽകുന്നതിനാണ് ഇത്തരത്തിലുള്ള പക്കോടകളൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ അധിക ജോലി തരാനോ അല്ല എന്നുള്ളത് നമ്മൾ ടീച്ചേഴ്സ് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇതെല്ലാം നമ്മളെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ കൃത്യമായി നാളത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കുക. അതായത് അങ്കണവാടി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭക്ഷണം വൃത്തിയോടെ പാചകം ചെയ്യുകയും സുരക്ഷിതമായി വിളമ്പുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ HCM ആണെങ്കിലും മോർണിംഗ് സ്നാക്സ് ആണെങ്കിലും കുട്ടികൾക്ക് എല്ലാ ദിവസങ്ങളും നമ്മൾ മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാചകത്തിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ, അതേപോലെ ഭക്ഷണം വിളമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ, ഇതാണ് പ്രധാനമായിട്ടും ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. ഇത് ഹെൽപ്പറെ കൂടെ കേൾപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പാചകത്തിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാചകം തുടങ്ങുന്നതിന് മുന്നേ കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകണം. പാചകത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അടുക്കളയും അടുപ്പും വൃത്തിയായി സൂക്ഷിക്കണം. കറികൾ, അരി, പരിപ്പ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ നന്നായി കഴുകി ഉപയോഗിക്കുക. ശുദ്ധമായ കുടിവെള്ളം മാത്രമേ പാചകത്തിനായി ഉപയോഗിക്കാൻ സാധിക്കൂ. കാലാവധി കഴിഞ്ഞതോ കേടായതോ ആയ ഭക്ഷ്യവസ്തുക്കളുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അത് ഉപയോഗിക്കരുത് എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുക. ഒപ്പം തന്നെ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം നന്നായി വേവിച്ചതാണോ എന്ന് നമ്മൾ ഉറപ്പാക്കണം. പാചകത്തിനുള്ള ഭക്ഷണം തുറന്നിടാതെ മൂടി വെക്കണം. ഈച്ചാപ്പൊടി തുടങ്ങിയവ ഭക്ഷണത്തിൽ വീഴാതിരിക്കാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാചകത്തിന് ഉപയോഗിക്കുന്ന കരണ്ടി, പാത്രങ്ങൾ പ്രത്യേകം തന്നെ വൃത്തിയായി സൂക്ഷിക്കുക. ഭക്ഷണം തയ്യാറാക്കിയ ശേഷം അധിക സമയം തുറന്നു വെക്കരുത്. ഇതെല്ലാം തന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഓരോ സെഷൻ എടുക്കുന്നത് ദ ഹെൽപ്പറേയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ മറ്റു ഗുണഭോക്താക്കളിലേക്കും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഭക്ഷണം വിളമ്പുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, പ്രീ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ തന്നെ ഭക്ഷണം നമ്മൾ എല്ലാ ദിവസങ്ങളും കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിന് മുന്നേ കൈകൾ കഴുകാൻ പറയണം. കൃത്യമായി അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. വൃത്തിയായ പ്ലേറ്റുകളിലും കപ്പുകളിലും ഭക്ഷണം കൃത്യമായി വിളമ്പുക. ഭക്ഷണം വിളമ്പുമ്പോൾ കൈ നേരിട്ട് ഭക്ഷണത്തിൽ തൊടാതിരിക്കാൻ കരണ്ടി ഉപയോഗിക്കുക. അതേപോലെ തന്നെ കുട്ടികൾ സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് സൗകര്യമൊരുക്കി കൊടുക്കുക. ഭക്ഷണം കഴിഞ്ഞാൽ കൈയും വായും കഴുകാൻ കുട്ടികളെ സഹായിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 7-ാം തീയതിയിലെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതൊരു സൂചന മാത്രമാണ്. ഈ സൂചനയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം ഈ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താൻ കഴിയുന്നുണ്ടോ അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് കൂടുതൽ വിപുലീകരിക്കുക. ഒരു ഹിൻറ്റ് മാത്രമാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും വൃത്തിയുള്ള പാചകവും സുരക്ഷിതവുമായ വിളമ്പലും കുട്ടികളുടെ ആരോഗ്യത്തിന് അനിവാര്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനാൽ തന്നെ അങ്കണവാടി ജീവനക്കാർ ശുചിത്വവും ഭക്ഷ്യസുരക്ഷയും കൃത്യമായി
പാലിക്കണമെന്നുള്ളതാണ്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഒരുപാട് മാനദണ്ഡങ്ങൾ നമുക്കിതിന് പുറമേ ഉണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ വിസിറ്റ് ആയിക്കോട്ടെ, CDPO മാഡത്തിൻ്റെ വിസിറ്റ് ആയിക്കോട്ടെ, ഏത് തലത്തിൽ നിന്നും കൂടുതൽ അല്ലെങ്കിൽ നമ്മളുടെ അങ്കണവാടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വൃത്തി തന്നെയാണ്. അത് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്നും പാകപ്പിഴവുകളില്ലാതെയുള്ള പ്രവർത്തനങ്ങളാണ് നാളിതുവരെ നമ്മളുടെ അങ്കണവാടികളിലൊക്കെ നടന്നിട്ടുള്ളത്. പക്ഷേ ഇത് അങ്കണവാടിയിലേക്ക് മാത്രം ഒതുങ്ങാൻ പാടുള്ളതല്ല. അങ്കണവാടിയിൽ നിന്നും പുറത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിൻ്റെ ആശയങ്ങൾ മുഴുവൻ അവരിലേക്ക് കൂടി പകർന്നു കൊടുത്താൽ മാത്രമാണ് സ്വച്ഛതാ പക്കവാടിയുടെ എല്ലാ ആശയങ്ങളും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. താങ്ക്